പൊങ്ങച്ചം കാണിക്കാനും ഷൈൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഐറ്റം വാങ്ങിക്കുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും. നമ്മൾ പല ടൈപ്പ് ഫോണുകളോട് കൊണ്ടു നടക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള ഐറ്റംസ് കൊണ്ട് നടക്കുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വരും. സോ ആൾക്കാരുടെ ശ്രദ്ധയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇമാതിരി ഒരു ഐറ്റം വാങ്ങിച്ചോളൂ. ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളുടെ പ്രത്യേകതയാണത്. പിന്നെ ഇതിൽ അത് മാത്രമല്ല, ഇതിന്റെ മെയിൻ ക്യാമറ കഴിഞ്ഞ വർഷത്തേക്കാൾ അപ്ഗ്രേഡഡ് ആണ്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. അത് ഈ ഫോൺ ഇങ്ങനെ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലത്തെ ചെറിയ കവർ വിൻഡോയിലൂടെ നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 4K നല്ല സ്മൂത്ത് ആയിട്ട് ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലും ഇതായി കാണുന്ന പോലത്തെ കിഡിലൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻഡോർ ലൈറ്റിലാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത്. ഡേ ലൈറ്റിൽ ഇതൊക്കെ തകർക്കുമെന്ന് നമുക്കറിയാം. ഇൻഡോർ ലൈറ്റിലാണ് അറിയേണ്ടത്. അറിഞ്ഞോളൂ, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. സാംസങ്ങിന്റെ C Flip 6 എന്ന ഫോണാണിത്. പിന്നെ മാത്രമല്ല, ഇതുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാനും ഒന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. നമുക്ക് നമ്മുടെ തന്നെ ഫോട്ടോ എടുക്കാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ വളച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. മുമ്പ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ മെയിൻ ക്യാമറ ഫോട്ടോസ് എടുക്കാം. ഒരാളുടെ ഹെൽപ്പ് വേണ്ട. ഇങ്ങനെ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും വെക്കാം. കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്തോളും. മാത്രമല്ല, ഓട്ടോ സൂം എന്ന് പറയുന്നൊരു സംവിധാനം കൂടിയുണ്ട്. നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ദൂരേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് സൂം ചെയ്ത് കറക്റ്റ് സൈസിലേക്ക് സെറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തോളും. സോ ഓട്ടോ സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ട് ഈ ഫ്ലെക്സ് മോഡിൽ വെച്ചിട്ട് ഈ ഫ്ലിപ്പ് 6 ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ക്യാമറയുടെ കാര്യത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സാമ്പിൾസ് ഒക്കെ കണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ, എന്നാലാണ് മറ്റുള്ളവർക്ക് ഒരു പിടി കിട്ടുള്ളൂ. ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ അല്ല കൂട്ടി പറയാണോ എന്നുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫ്ലിപ്പ് 5 നിന്നും ഫ്ലിപ്പ് 6 മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന് ഈ ബോക്സി ഡിസൈൻ ആണ്. പിന്നെ ഒന്ന് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പുതിയ പ്രോസസർ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ 12 GB റാം വന്നിരിക്കുന്നു. 12 GB റാം ഈ ഫോണിൽ ഫ്ലിപ്പിൽ. അതിന്റെ ഒപ്പം തന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റവും സാംസങ്ങിന്റെ ഫ്ലിപ്പ് ഫോണിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നമ്മൾ ഇത് വെച്ചിട്ട് ഗെയിം ഒന്നുമല്ല കളിക്കാൻ പോകുന്നത്. കളിക്കണമെങ്കിലും കളിക്കാൻ കാരണം 8 Gen 3 ആണ് പ്രോസസർ. ഒരു വിഷയമില്ല. ഒപ്പം തന്നെ 7th ജനറേഷൻ വോയിസ് അപ്ഡേറ്റും 7th ജനറേഷൻ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. ഒപ്പം തന്നെ ഡുവൽ റെയിൽ ഹിഞ്ച് ഒക്കെ വെച്ചുകൊണ്ട് ഡ്യൂറബിലിറ്റി കൂട്ടിയിരിക്കുന്നു. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 187 ഗ്രാമിന്റെ വെയിറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൊണ്ട് നടക്കാൻ കോമ്പാക്റ്റ് ആയ ഒരു ഫോണാണ് നോക്കുന്നെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഐറ്റമാണ് വിത്ത് ഡ്യൂറബിലിറ്റി. പിന്നെ ഇത്തരം ഫോണുകൾ ഞാൻ കൂടുതലും പെൺകുട്ടികൾക്കാണ് റെക്കമെൻഡ് ചെയ്യുക. അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എൻ്റെ വൈഫ് കഴിഞ്ഞ വർഷം ഫ്ലിപ്പ് 5 കുറേ നാൾ ഉപയോഗിച്ചതാണ്. ഫ്ലിപ്പിൽ നിന്ന് ഫോൾഡിലേക്ക് പിന്നീട് മാറി ഉപയോഗിക്കേണ്ടായി. ബട്ട് ഇത് വന്നപ്പോൾ ഇതിലേക്ക് വീണ്ടും മാറി. കാരണം ഇതിൽ ബാറ്ററി ലൈഫ് ഇതിൽ കുറച്ചും കൂടി കൂടുതലാണ്. 4000 mAh ബാറ്ററി ലൈഫ് ഉണ്ട്. സോ ബാറ്ററി ലൈഫ് ഒരു ഇഷ്യൂ അല്ലാതായതോടുകൂടി ഇത് പ്രൈമറി ആക്കി പുള്ളി ഇപ്പോൾ. സോ തീർച്ചയായിട്ടും അതൊരു നല്ല അപ്ഗ്രേഡ് ആണ്. ചാർജിങ് 25 വാട്ടേ ഉള്ളൂ. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഉള്ളൂ. 4.5 വാട്ടിനാണ് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് വരുന്നത്. ബട്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബാറ്ററി ലൈഫ് ആവശ്യത്തിന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സംഗതി എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. ഡിസ്പ്ലേ സൈസ് ഒക്കെ നോക്കട്ടെ. 6.7 ഇഞ്ച് വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ്ങിന്റെ ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ആണ്. ഫ്രണ്ടിൽ 3.4 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് ഫ്ലെക്സ് വിൻഡോയാണ് വരുന്നത്. പിന്നെ വാൾപേപ്പറുകളിലൊക്കെ ഇത്തിരി വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ചില ടച്ച് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന വാൾപേപ്പർ. പിന്നെ വെതറിനനുസരിച്ച് മാറി ഇപ്പം മഴയാണ് പെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടൊരു ആനിമേഷൻ കാണിക്കുന്ന തരത്തിലുള്ള വാൾപേപ്പർ. പലതരത്തിലുള്ള വാൾപേപ്പർ ഉണ്ട്. പിന്നെ വാൾപേപ്പർ AI വെച്ച് ക്രിയേറ്റ് ചെയ്ത് വിടാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കസ്റ്റമൈസേഷൻ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ വലിച്ചു വാരി പറയുന്നില്ല. പക്ഷെ പറയേണ്ട ഒരു സംഭവമുണ്ട്, AI ഫീച്ചറുകൾ. അത് എല്ലാതരം AI ഫീച്ചറുകളും ഇതിനകത്ത് അവർ ഒതുക്കിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ കോമ്പാക്റ്റിനകത്ത് അവർ ഒതുക്കിയിട്ടുണ്ട്. കോമ്പാക്റ്റ് ഫോണിനകത്ത് അവർ ഒതുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഇന്റർപ്രറ്റർ മോഡ് കണ്ടോ. നമുക്ക് ഹിന്ദി അറിയാത്ത ഒരാളോട് നമ്മൾ ഇംഗ്ലീഷ് വെച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അപ്പുറം നിങ്ങൾ ആൾക്ക് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്യും. ഈ വിൻഡോയിലൂടെ അയാൾക്ക് അത് കാണുകയും ചെയ്യാം. അത് ഈ ഒരു ഫ്ലെക്സ് വിൻഡോയുടെ യൂസ് ആണ് കേട്ടോ. ഇത് ഫോൾഡിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് AI ഫീച്ചറുകൾ ഉണ്ട് ഇതിൽ. അതെല്ലാം ഞാൻ ഫോൾഡിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. കണ്ടു നോക്കുക. എല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ലൈവ് ട്രാൻസ്ലേറ്റ് കോൾ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റുന്ന സംവിധാനം. അതുപോലെ ചാറ്റ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ലേഷനും കാര്യങ്ങളും. പിന്നെ ചാറ്റ് ചെയ്യുമ്പോൾ കീബോർഡിൽ തന്നെ അസിസ്റ്റ് വരുന്നുണ്ട്. റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച് അത് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡ്രോയിങ് അസിസ്റ്റ്, നമ്മൾ എന്തെങ്കിലും അങ്ങനെ കരകുരാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചിത്രം വരച്ചിട്ട് ഒരു സ്കെച്ച് ഇമേജ് അതിനെ ഒരു സ്കെച്ച് ആക്കാനോ അല്ലെങ്കിൽ 3D ആക്കാനോ പറഞ്ഞാൽ ഇതിലും ഈസി ആയിട്ട് അത് 3D ആക്കി കയ്യിലോട്ട് തരും. ഡ്രോയിങ് അസിസ്റ്റ് എന്നാണ് അതിന്റെ പേര്. സോ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ AI ഫീച്ചറും നമ്മൾ ഫോൾഡിന്റെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ AI ഫീച്ചറുകളും ഇതിനകത്തും നീറ്റായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ സാംസങ്ങിന്റെ പതിവ് സംഭവങ്ങൾ എല്ലാം, കോൾ റെക്കോർഡിംഗ് ഉണ്ട്, സെക്യൂർ ഫോൾഡർ ഉണ്ട്, നോക്ക് സെക്യൂരിറ്റി ഉണ്ട്, സാംസങ് വാലറ്റ് ബാങ്ക് കാർഡ് ഒക്കെ ആഡ് ചെയ്ത് പേയ്മെന്റ് നടത്താൻ പറ്റുന്ന സാംസങ് വാലറ്റ് വരുന്നുണ്ട്. പിന്നെ Wi-Fi 6, ബ്ലൂടൂത്ത് 5.3, അതേപോലെ USB 3.2 ജനറേഷൻ 1 വരുന്നുണ്ട്. സോ അങ്ങനെ എല്ലാതരം ഫീച്ചേഴ്സും ഇതിനകത്ത് സാംസങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒരു കോമ്പാക്ട് ഫോൺ വേണം, അതിൽ എല്ലാ സംഭവങ്ങളും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പലരും ചോദിക്കാവുന്ന ഒരു ചോദ്യം, വില കൂടുതലല്ലേ ചേട്ടാ എന്ന് തന്നെയാണ്. എനിക്കറിയാം, വിലയുണ്ട്. 1,09,999 രൂപ, 1,10,000 രൂപ അടുത്ത് വിലയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബഡ്ജറ്റിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും ഇതിലെന്നുള്ളത് ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് ആണ്. ഇതുപോലെ ഇത്രയും ഫീച്ചർ വെച്ചാൽ വേറൊരു ഫ്ലിപ്പ് ഫോൺ എന്തായാലും കിട്ടാനില്ല. സോ അപ്പോൾ അതാണ് ഈ ഫ്ലിപ്പ് 6 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.